ഗായ്സ്, അപ്പോൾ വിന്നേഴ്സിന് തിരഞ്ഞെടുക്കുന്ന സമയമായിട്ടുണ്ട്. ഓൾറെഡി സെലക്ട് ചെയ്തു. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ കുറച്ച് ദിവസം കൊണ്ട് 1K ആക്കി തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഗിവ് അവേ കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട. ഇനി ഞാൻ കുറേ ഗിവ് അവേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ സെലക്ഷൻ എന്ന് വെച്ചാൽ വലിയ പാടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഇത്രയും കമൻസൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ റാൻഡം ആയിട്ടാണ് എടുത്തത്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കുറേ കമൻസ് തന്നെയുണ്ട്, ഓക്കെ ലൈക്കും തന്നെയുണ്ട്. പക്ഷേ പലരും വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്നില്ല, ജസ്റ്റ് കുറച്ച് ഭാഗമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് അവർ കമൻറ്റിൽ മാത്രം അവർ ഫോക്കസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിയിട്ടാണ് ഇപ്രാവശ്യത്തെ വിന്നേഴ്സിനെ ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് കമൻറ്റ് വായിച്ചാൽ അറിയാൻ പറ്റുമല്ലോ ആരൊക്കെ ഫുള്ള് കണ്ടു, ആരൊക്കെ ഫുള്ള് കണ്ടില്ല. പിന്നെ അവർ കമൻറ്റ് ഇട്ടേക്കുന്ന ആ ഒരു ടൈം, ലൈക്ക് എല്ലാ വീഡിയോൻ്റെയും ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 29 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എല്ലാം ഒന്നിച്ച്, അതായത് 9 മിനിറ്റ്സ് അഗോ അങ്ങനെ തന്നെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അവർ ജസ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് പോവാണ്, വീഡിയോ ഒന്നും കാണും കൂടിയില്ല. അവർ ജസ്റ്റ് ഗിവ് അവേ കിട്ടാൻ വേണ്ടി മാത്രം വന്നവരാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിയിട്ട് ആണ് ഇപ്രാവശ്യത്തെ വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിവ് അവേക്ക് വലിയ റൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഗിവ് അവേക്ക് ഉള്ള റൂൾസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് കയറി ഫോളോ ചെയ്യുക. പിന്നെ ഓൾറെഡി അറിയാലോ, സബ്സ്ക്രൈബേഴ്സ് ആവണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ, വേറെ റൂൾസൊന്നും ഇല്ല. അപ്പോൾ അടുത്ത ഗിവ് അവേ എപ്പോൾ വെക്കണമെന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല, അത് ഞാൻ പറയാം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സെലക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ എനിക്കത് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റില്ല. കാരണം ഞാൻ അന്ന് ഗിവ് അവേക്ക് കാണിച്ചതിന് ശേഷവും ഞാൻ ആ സ്റ്റിക്കർ, വാഷി ടേപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് എങ്ങനെയാണ് ഞാൻ കൊടുക്കുക? അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇനിയും നമ്മൾ കുറേ ഗിവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് ഇനി ഇതുപോലെ ഗിവ് അവേ ഒക്കെ നടത്താൻ പറ്റുള്ളൂ. മാക്സിമം ഇടുന്ന വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് കാണണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ആൾക്കാരെ മെൻഷൻ ചെയ്യണം. അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് റൂൾസൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കണേ, ആർക്കൊക്കെയാണ് ഇത്ര ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് കൊടുക്കാൻ വെച്ചേക്കണ ഗിഫ്റ്റ്സ്. 5 പേരെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഫസ്റ്റ് വിന്നറിന് എന്താ കിട്ടണേന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കർ ബോക്സും അതിൽ 200 ഷീറ്റ്സാണ് ഉള്ളത്. പിന്നെ ഈ ഒരു മെർമെയ്ഡിൻ്റെ പെന്ന്, അതിൽ എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂബെറിയുടെ പേപ്പർ സോപ്പാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ തന്നെ എല്ലാ പേപ്പർ സോപ്പും വെക്കാമെന്നാണ്. പിന്നെ വേറെ ആർക്കും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് മാറ്റിയത്. പിന്നെ ആ ഒരു യൂണിക്കോൺ പെന്നും ഉണ്ട്, അത് ജെൽ പെന്നാണ്, ബ്ലൂ ഇങ്കും. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അതാണ്. ഇനി സെക്കൻഡ് പ്രൈസ് എന്താണെന്ന് കാണാം. സെക്കൻഡ് പ്രൈസ് ഈ ഒരു വാഷി ടേപ്പിൻ്റെ സെറ്റും ഇതിൽ 20 റോൾസാണ് വരുന്നത്. പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ ഈ 2 വിൻറ്റേജ് പെൻസാണ്, രണ്ടും ബ്ലൂ ഇങ്ക് തന്നെയാണ്. ഞാൻ ആദ്യം ഇത് 4 എന്തോ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ മറ്റത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് വേറെ വാങ്ങാനായിട്ട് ഇവിടുത്തെ സ്റ്റോറിലൊന്നും അതില്ല, അതുകൊണ്ട് ആ 2 വെച്ചുള്ളൂ. പിന്നെ തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമറോളിൻ്റെ സ്റ്റേഷനറി സെറ്റാണ്. അതിൽ ബുക്ക്, ഇറേസർ, ഷാർപ്നർ, പെൻസിൽ, സ്കെയില് അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പിൻട്രസ്റ്റി ക്ലോ ക്ലിപ്പും, പിന്നെ ഈ ഒരു ക്ലോ ക്ലിപ്പും കൂടി ഉണ്ട്. പിന്നെ ഒരു പേപ്പർ സോപ്പും കൂടി ഉണ്ട്, പൈനാപ്പിളിൻ്റെ. അത് തേർഡ് പ്രൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഫോർത്ത് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള യൂണിക്കോണിൻ്റെ പൗച്ചും, പിന്നെ റാബിറ്റ് ഇയർ ഫർ ഹെയർ ബാൻഡും, പിന്നെ ഈ ഒരു ഹെലോ കിറ്റിയുടെ സ്റ്റേഷനറി സെറ്റ്, ഒരു മിനി സെറ്റാണത്. അതിൽ ഇറേസർ, ഷാർപ്നർ, പെൻസിൽ, സ്കെയില് അതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ 3ാമത്തെ പ്രൈസാണോ 4ാമത്തെ, ഇതല്ലേ 5ാമത്തെ, ഓക്കെ സോറി, ഇതാണ് 5th പ്രൈസ് വരുന്നത്. ഒരു ട്രാൻസ്പാരൻറ്റ് യൂണിക്കോൺ പൗച്ചും, പിന്നെ ഇത്ര പെൻസിൽസും, അത് യൂണിക്കോണിൻ്റെ തീം തന്നെയാണ്. പിന്നെ ഒരു പേസ്റ്റൽ ഹൈലൈറ്റർ സെറ്റ്, ഐസ്ക്രീമിൻ്റെ ഹൈലൈറ്റർ സെറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ 5th പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൊടുക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ തന്ന ആ ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ, അതിലേക്ക് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഏതാ അങ്ങനെ ഓർഡറിലാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കണേ.
അപ്പോൾ ഇത്രയും പേര് അതിലേക്ക് മെസ്സേജ് അയക്കുക. എങ്ങനെയാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ പേര് Q&A ഇടുമെന്നൊക്കെ ചോദിച്ച് പറയണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴേ ഇടണോ, കുറച്ചുകൂടെ സബ്ബൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇനി കുറേ സമയമുണ്ടല്ലോ. അപ്പോൾ ഇനി എന്തൊക്കെ വീഡിയോസാണ് ഇടണ്ടേ എന്നുള്ള സജഷനായിട്ട് എല്ലാവരും ഒന്ന് പറയുക. എനിക്കിപ്പോൾ എന്തൊക്കെയാണ് ഇടണ്ടേന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.